64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ കൊടിയിറക്കാം. 1028 പോയിന്റോടെ കണ്ണൂരാണ് സ്വർണ്ണക്കപ്പ് ജേതാക്കൾ. തൃശൂർ 2ാം സ്ഥാനവും കോഴിക്കോട് 3ാം സ്ഥാനവും നേടി. കലോത്സവം കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠമാണ് നൽകുന്നതെന്ന് മുഖ്യാതിഥിയായ നടൻ മോഹൻലാൽ പറഞ്ഞു. അടുത്ത വർഷത്തെ കലോത്സവത്തിൽ കാതലായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവ നടത്തിപ്പിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ സ്കൂൾ, സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാനതല കലോത്സവങ്ങളുടെ കൃത്യമായ ഷെഡ്യൂൾ പ്രഖ്യാപിക്കും. ഇത് കുട്ടികൾക്ക് പരിശീലനത്തിന് കൂടുതൽ സമയം നൽകും. സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങളിൽ പലപ്പോഴും പരാതികൾ ഉയരാറുണ്ട്. അത് ഒഴിവാക്കാൻ സ്കൂൾ മത്സരങ്ങളിൽ പുറത്തുള്ള നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷകരായി നിയമിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സ് വൻ വിജയമായിരുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആ മേള വലിയൊരു മാതൃകയായിരുന്നു. അതേ മാതൃകയിൽ വരും വർഷങ്ങളിൽ കലോത്സവവും ഇൻക്ലൂസീവ് ഫെസ്റ്റിവലായി മാറ്റുവാനുള്ള സാധ്യതകൾ സർക്കാർ പരിശോധിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്നോർക്കണം. അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠം സമ്മാനിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. പങ്കുവെക്കലിൻ്റെ രസം ശീലിപ്പിക്കുന്നുമുണ്ട്. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട്. മത്സരിക്കുന്നതാണ് പ്രധാനം. അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ്.